രാവിലത്തെ ചായയുടെയും കഴിഞ്ഞ് വെറുതെ ഇങ്ങനെ വീട്ടിൽ ഇരുന്നപ്പോൾ വിചാരിച്ചു എന്നാൽ എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന്. ഇപ്പോൾ രാവിലെ ഒരു 10 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഫ്രീ ആണെന്നേ ഉള്ളൂ, പുറകെ എന്തെങ്കിലുമൊക്കെ പണി വരും. അങ്ങനെ ഒരാൾ രാവിലെ യൂട്യൂബും തുറന്നിരിപ്പുണ്ട്, അടുത്ത ഒരാൾ ഇവിടെ നിന്ന് നല്ല പഠിത്തത്തിലും. എന്തായാലും അവരുടെ പരിപാടി നടക്കട്ടെ. ഞാൻ വീഡിയോ എടുത്ത് തുടങ്ങിയപ്പോഴത്തേക്കും ഉപ്പും ജ്യൂസും കൊണ്ടുവന്നു, പിന്നെ അതും കുടിച്ച് കുറച്ചു നേരം അങ്ങനെ ഇരുന്നു. മടിയാണ് എൻ്റെ മെയിൻ, പക്ഷെ മടിച്ചിരുന്നിട്ട് കാര്യമില്ല. ഒരാഴ്ചയായിട്ട് ഞാൻ വിചാരിക്കുന്നു ഇതെനിക്കൊന്ന് ഒതുക്കണം. ഇപ്പുറത്തെ സെക്ഷൻ ഉമ്മി എന്നെ വെയിറ്റ് ചെയ്ത് ലാസ്റ്റ് ഉമ്മി എന്നെ എല്ലാം സെറ്റാക്കി കേട്ടാ. രാവിലെ വർക്കിന് പോകേണ്ട ഓട്ടത്തിൽ എന്തെങ്കിലുമൊക്കെ എടുത്തിടും, മടക്കി വെച്ചേക്കെ വീണ്ടും കുളമാകും. പിന്നെ ഒതുക്കാനൊരു ടൈമും കിട്ടിയിട്ടില്ല, അല്ലെങ്കിൽ ആഴ്ചയിൽ ഒതുക്കുന്നതുമാണ്. അപ്പോൾ ഇന്ന് ഒതുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പം ഈ ഫോട്ടോ കീറിയത് കൊണ്ട് ഞാൻ ഇവിടെ ഒളിപ്പിച്ച് വെച്ചിരിക്കുകയാണ് ഗൈസ്. വെറുതെ ഇരുന്നൊരു ദിവസം എല്ലാ പിക്കും കൂടെ കൊളാഷ് ചെയ്ത് പ്രിൻ്റ് എടുത്ത് ഒട്ടിച്ച് വെച്ചേക്കുവാണ്. അപ്പം നമ്മുടെ സംഭവം എന്താണെന്ന് വെച്ചാൽ ഒതുക്കണം, അതാണ് മെയിൻ. എനിക്കാണെങ്കിൽ മടിയും വരുന്നത്. ഇതിനെ ഒന്ന് എൻ്റെ ഡ്രസ്സൊക്കെ സെറ്റാക്കി വെക്കണം. പിന്നെ ഇതാണ് വലിയൊരു ടാസ്ക്. ഇതും കൂടെ സെറ്റാക്കി കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല. അപ്പോൾ ഇതെല്ലാം ആദ്യം വലിച്ച് നമുക്ക് അങ്ങോട്ട് ഇടാം. ഇപ്പം ഉണ്ട് ഷോർട്സ്, സാധനങ്ങൾ, ഫോട്ടോസ്. ഇത് പൊന്നു എനിക്ക് കഴിഞ്ഞ ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് തന്നെ. കാണുന്നുണ്ടോ എന്നെനിക്കറിയില്ല. ഇതൊന്ന്, ഇത് 2, ഇത് 4. ഫുള്ള് മിക്സായി കിടക്കുന്ന സംഭവം എന്താണെന്ന് വെച്ചാൽ എല്ലാം മാറ്റി ഓരോ ബോക്സിലാക്കിയിട്ട് മാറ്റി വെക്കും ഓരോ സാധനങ്ങൾ. പക്ഷേ പെട്ടെന്ന് അത്യാവശ്യത്തിന് എന്തെങ്കിലും എടുത്തു കഴിഞ്ഞാൽ അത് തിരിച്ച് അതേപോലെ വെക്കാതെ പിന്നെ എല്ലാം കൂടെ മിക്സായിട്ട് അങ്ങനെ ഇടും. അതാണ് ലാസ്റ്റ് എല്ലാം കൂടി ചവറ് പോലെ ഇപ്പം ഇങ്ങനെ കിടക്കുന്നത്. എൻ്റെ ഡ്രസ്സ് എല്ലാം കൂടെ മിക്സായി കിടക്കും. എൻ്റെതാണ് ഈ കബോർഡിലോട്ട് ഇനി എൻ്റെ ഡ്രസ്സുകളൊക്കെ ആക്കണം. ഒതുക്കുന്നതിൻ്റെ ഇടയിൽ ഓരോരോ സാധനങ്ങൾ കിട്ടും, പിന്നെ അതിൻ്റെ പുറകെ പോകും. ധാരാളം മനസ്സിലായോ ഗൈസ്? ഇതാണ് നമ്മുടെ അൻഷാദ്. അൻഷേൻ്റെ വോട്ടർ ഐ ഡിയിലെ ഫോട്ടോ ആണ് കേട്ടോ അത്. അങ്ങനെ സാധനങ്ങളൊക്കെ വലിച്ചിട്ട് ഈ ഒരു കബോർഡിൽ എൻ്റെ ഡ്രസ്സും കൂടെ എടുക്കണമെന്ന് പ്ലാൻ ഉണ്ട്. പക്ഷെ അതിൻ്റെ ഇടയിൽ ഉമ്മയ്ക്ക് എവിടെയൊക്കെ പോകണമെന്ന് പറഞ്ഞുകൊണ്ട് മിക്കവാറും ഇത് ഒതുക്കി കഴിയുമ്പോഴത്തേക്കും ഞാൻ പോകേണ്ടി വരും ഗൈസ്. അപ്പോൾ ദേ കിടക്കുന്ന കിടപ്പ് കണ്ട. ഇനി ഇതെല്ലാം ഒന്ന് സെറ്റാക്കി ഇതിൽ വേണ്ടാത്ത കുറേ അലുക്കുലു സാധനങ്ങളുണ്ട്, അതൊക്കെ കളയുകയും വേണം. ഇതെല്ലാം ഒതുക്കണം. വലിച്ചു വാരി ഇടാൻ ഭയങ്കര എളുപ്പമാണ്. എവിടുന്ന് തുടങ്ങണമെന്ന് അറിയത്തില്ല, എല്ലാം മിക്സായിട്ട് കിടക്കും. സോക്സ് വരെ ഉണ്ട് ഇതില്. ഞങ്ങളാണ് ഗൈസ്. ഈ വാച്ച് കണ്ടോ ഗൈസ്? ഇതിന് പിന്നിലൊരു സ്റ്റോറി ഉണ്ട്. വാച്ച് കാണുമ്പോൾ വിഷമം. കാരണം ഞങ്ങൾ റിലേഷൻ ആയിരുന്ന സമയത്ത് അൻഷാദ് എനിക്കൊരു 3 വാച്ച് തന്നിട്ടുണ്ടായിരുന്നേ. ഒന്ന് ഇത് ഫുള്ള് ബ്ലാക്ക് ആയിട്ടുള്ള CKൻ്റെ വാച്ച്, പിന്നെ ഇതൊന്ന്, പിന്നെ CKയുടെ തന്നെ ഈ കളറും. ഞാൻ പിന്നെ പൊട്ടിയിട്ടും കളയാതെ ഒരു ഓർമ്മയ്ക്കായിട്ട് എടുത്ത് വെച്ചേക്കുക. അതന്നെ ഇത് കളയാതെ വെച്ചേക്കുന്ന. ഇത് നമുക്ക് 4, 3, 13 പീസാക്കി തന്നു പൊട്ടിച്ച്. അത് കഴിഞ്ഞ് ഞാനത് പറഞ്ഞപ്പോൾ എനിക്ക് അൻഷാദ് അതിന് പകരം മേടിച്ചുകൊണ്ട് വന്നതാണ് ഈ വാച്ച്. കാലൻഡറിൻ്റെ തന്നെ ബ്ലാക്ക് സ്ട്രാപ്പാണ്. പക്ഷെ അതൊരു പ്രത്യേകതയായിരുന്നു, കാരണം അതിൻ്റെ ഉള്ളിലെ എല്ലാ സംഭവങ്ങളും ബ്ലാക്ക് ആയിരുന്നത് കൊണ്ട് തന്നെ ഒരു നൈസ് സാധനമായിരുന്നു. പക്ഷെ അതെനിക്ക് തിരിച്ച് കിട്ടിയില്ല. സെറ്റാക്കാൻ പറ്റാത്ത രീതിയിൽ നശിപ്പിച്ചു. കണ്ടല്ലേ, ഇതിൻ്റെ ഉള്ളിൽ എന്താണെന്ന് അറിയാമോ? പിന്നെ ബാലൻസ് കബോർഡ് ഒതുക്കാനുണ്ട്. ഇനിയിപ്പോൾ അത് ഇന്ന് ഒതുക്കി കഴിഞ്ഞാൽ നേരെ നിൽക്കുമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ എൻ്റെ സൈഡ് മാത്രം ഒതുക്കിയിട്ട് എനിക്കൊന്ന് ബാങ്കിലൊക്കെ പോകണം. അതെല്ലാം കഴിഞ്ഞ് വൈകുന്നേരം വന്ന് സമയമുണ്ടെങ്കിൽ മാത്രം ഞാനിനി അത് ഒതുക്കാൻ നിൽക്കുന്നു. ഡ്രസ്സൊക്കെ ആകുമ്പോൾ നമുക്ക് വേഗം മടക്കി വെക്കാം. പക്ഷേ ഇങ്ങനെയുള്ള അലിക്കുരുത്ത് സാധനങ്ങളൊക്കെ അടുക്കി പിറക്കി വെക്കണമെങ്കിൽ അതൊരു ദിവസത്തെ പണിയാണ്. അപ്പോൾ എൻ്റെ ഒരു ദിവസം ഞാൻ ഇതിനകത്ത് നിന്നാലേ ഇത് ഫുള്ള് ക്ലീൻ ആവത്തും. അങ്ങനെ എൻ്റെ നീണ്ട നേരത്തെ പ്രയത്നത്തിന് ശേഷം ഇത് ഒതുങ്ങിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ അതെല്ലാം ഒതുക്കി വേഗം സെറ്റാക്കിയിട്ട് ഇനി നിസ്കരിക്കണം. നിസ്കരിച്ച് ഫുഡ് കഴിച്ചിട്ട് ഉമ്മയായിട്ടൊന്ന് ബാങ്കിൽ പോകണം.
അങ്ങനെ ഞാൻ നിസ്കരിച്ച് വന്നപ്പോഴത്തേക്കും ഉമ്മി ഫുഡൊക്കെ വിളമ്പി ടേബിളിൽ ഓർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ വേഗം അതെടുത്ത് കഴിച്ച്, കാരണം ഇപ്പം തന്നെ ടൈം ഓൾറെഡി ലേറ്റായി. അതുകൊണ്ട് ബാങ്കിൽ പോകേണ്ടതുകൊണ്ട് വേഗം കഴിച്ച് റെഡിയായി. ഫേസ് വാഷ് ഒട്ടും ഇഷ്ടമില്ലാത്ത ഞാൻ ഒരു ഫേസ് വാഷിൽ അഡിക്റ്റായി ഗൈസ്. കാരണം അക്വാലോജിക്കാൻ്റെ ഈ ഫേസ് വാഷ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടുകൊണ്ട് തന്നെ ഞാനിപ്പോൾ കുറച്ച് നാളായിട്ട് ഇവരുടെ തന്നെ സൺസ്ക്രീനും ഫേസ് വാഷുമാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. പ്രതീക്ഷിക്കാതെ തുറന്നപ്പോൾ പെട്ടെന്ന് കുറച്ച് കോമള പോയി, അതേപോലെ തന്നെ അടച്ചപ്പോഴും. പിന്നെ അത് നോക്കി കുറച്ച് നേരം നിന്നു. അത് നന്നായിട്ട് പിന്നെ ഞാൻ ഫേസിലൊക്കെ തേച്ച് പിടിപ്പിച്ച് മുഖം കഴുകുമ്പോൾ തന്നെ നമുക്ക് ആ ഡിഫറൻസ് മനസ്സിലാവുന്നുണ്ട്. എൻ്റെ ഫേസിൽ വന്നത് കുറച്ച് നാളായിട്ടുള്ളൂ കേട്ടോ ഞാനിത് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. യൂസ് ചെയ്തപ്പോൾ തന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടമായി. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ അവരുടെ തന്നെ സൺസ്ക്രീനാണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. ഫസ്റ്റ് ലാക്മി ആയിരുന്നു, അതും നല്ലതാണ്. ഇതും എനിക്ക് അത്യാവശ്യം നന്നായിട്ട് തോന്നി. വൈറ്റ് കാസ്റ്റ് ഒട്ടുമില്ല, അതാണ് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടത്. പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ എൻ്റെ പിരികം ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതും ഞാനൊന്ന് ഡാർക്കാക്കി കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ലിപ് ബാം യൂസ് ചെയ്തിട്ട് പിന്നെ ഞാനൊരു ലിപ്സ്റ്റിക്ക് ഇട്ട് വേഗം ഇറങ്ങി. കാരണം നമുക്ക് ഒട്ടും ടൈമില്ല. ഉമ്മി അവിടെ കിടന്ന് നല്ല ബഹളം. ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന ലിപ്സ്റ്റിക്ക് ഫേസസ് കാനഡയുടെ ഏതോ ഒരു പൊട്ട ഷെയ്ഡാണ് ഗൈസ്. അത് ഇട്ട് കഴിഞ്ഞാൽ ബംഗാളിയിലും കഷ്ടം. അതുകൊണ്ട് തന്നെ ഞാൻ ഒരുപാട് വാരി തേച്ചില്ല, കുറച്ചിട്ടു. അങ്ങനെ വേഗം പോയി ഡ്രസ്സും ചേഞ്ച് ചെയ്ത് കഴിഞ്ഞിട്ട് മുടി ചീകണമായിരുന്നു. മുടി ചീകി ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് പ്ലിക്സിൻ്റെ ഒരു ഹെയർ സെറാണ് കേട്ടോ. അത് നല്ലതായിട്ട് എനിക്ക് തോന്നി. അങ്ങനെ അത് കുറച്ചെടുത്ത് തേച്ച് വേഗം മുടി ഒന്ന് ചീകി ഒരു ചെറിയൊരു ക്ലിപ്പും എടുത്തിട്ട് വേഗം ഇറങ്ങി. കാരണം എന്താണെന്ന് വെച്ചാൽ ഉമ്മി അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് ഗൈസ്. വെയിലത്ത് നിൽക്കുവാണ് പാവം. അങ്ങനെ ഇറങ്ങിയപ്പോൾ ഉണ്ട് ഇത് അടുത്ത കോമഡി. ഒരാൾ ഹെൽമെറ്റൊക്കെ തലതിരിച്ച് വെച്ച് നിൽക്കുന്നു. അയ്യോ അത് വെട്ടത്തോടെ. അങ്ങനെ 1-2 ബാങ്കിൽ ഉമ്മിക്ക് കയറണം. കാരണം നോമ്പൊക്കെ ആയിക്കാൻ ഇനി ഇറങ്ങാൻ പാടായതുകൊണ്ട് തന്നെ ഉമ്മിയുമായിട്ട് 2-3 ബാങ്കിൽ പോസ്റ്റായി. അങ്ങനെ ഒരു ബാങ്കിലെ പോസ്റ്റ് കഴിഞ്ഞപ്പോൾ അടുത്ത ബാങ്ക്. അത് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് സ്റ്റുഡിയോയിൽ കയറാമെന്ന് പറഞ്ഞിട്ട് ഉമ്മീനെയും കൊണ്ട് നേരെ സ്റ്റുഡിയോയിൽ കയറി ഗൈസ്. അവിടുത്തെ സെറ്റിങ്സ് ഒക്കെ ഇപ്പോൾ ഫുള്ള് മാറ്റി. എടുത്തോ അല്ലേ എല്ലാം അൻഷാന് പറ്റിയത്. എനിക്കൊരെണ്ണം എടുക്കാന്ന് പറഞ്ഞാൽ എടുത്തിട്ടില്ല. ഇത് ചതിയാണ് ഗൈസ്. കണ്ടില്ലേ, എവിടെ പോയി കഴിഞ്ഞാൽ എനിക്കാന്നും പറഞ്ഞ് കൊണ്ടുപോകും. ആദ്യം പറയുന്നത് അൻഷായിന്. മെയിൻ്റെനൻസ് ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും സ്റ്റുഡിയോയുടെ സെറ്റിങ്സ് ഫുള്ളൊന്ന് മാറി. അതുകൊണ്ട് തന്നെ സാധനങ്ങൾ എവിടെയൊക്കെയാണെന്നറിയാതെ വട്ടടിച്ച് നിൽക്കുവാണ്. ലേഡീസിൻ്റെ സെക്ഷൻ ഫുള്ള് ബോയ്സും ആക്കി, ബോയ്സിൻ്റെ സെക്ഷൻ ഫുള്ള് ലേഡീസും ആക്കിയിട്ടുണ്ട്. ഇത് സെറ്റാ. ഡ്രസ്സൊന്നും നല്ല കളക്ഷൻസ് ഇല്ലായിരുന്നു ഗൈസ്. അങ്ങനെ ഞാൻ വേഗം റിങ്സ് എന്തെങ്കിലും ഉണ്ടാവും നോക്കാൻ വേണ്ടിയിട്ട് ആക്സസറീസിൻ്റെ സെക്ഷനിലെത്തിയപ്പോൾ എനിക്കിത് ഈ ഒരു ഹെയർ ക്ലിപ്പ് കിട്ടി. വെറും 99 രൂപയുടെ ക്ലിപ്പാണ് കേട്ടോ. ഇട്ടോണ്ട് കിടക്കാൻ ചാടാ ഓടാം, കാരണം അത് പൊട്ടത്തില്ല. അത് സ്റ്റീലിൻ്റെ ആയതുകൊണ്ട് തന്നെ ഒരു കേടും ഇല്ല. ലാസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ അതെടുത്ത്. പിന്നെ ചെരുപ്പ് 2-3 ട്രൈ ചെയ്തു. എനിക്കതിലൊന്നും ഇഷ്ടപ്പെട്ടില്ല. ആ ബ്രൗൺ ഇഷ്ടപ്പെട്ടായിരുന്നു, പിന്നെ ഞാനത് എടുത്തില്ല. പിന്നെ എടുത്ത സാധനങ്ങളൊക്കെ വേഗം പോയിട്ട് ബില്ല് ചെയ്ത് അങ്ങനെ ഞങ്ങൾ വേഗം ഇറങ്ങി. അങ്ങനെ ഇറങ്ങിയപ്പോഴത്തേക്കാണ് വേറൊരു കാര്യം ആലോചിച്ചത്. വീട്ടിലിടുന്ന കുറച്ച് ഡ്രസ്സുകൾ എടുക്കണമെന്ന് എപ്പോഴും വിചാരിക്കും, പക്ഷെ ഇറങ്ങാനുള്ള മടി കാരണം അങ്ങനെ ഇറങ്ങലുമില്ല. അപ്പോൾ ഇപ്പം ഇറങ്ങിയപ്പം അതും കൂടി എടുത്തേച്ചു. പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ട് ഉമ്മിക്ക് കുറച്ച് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ മേടിക്കണം, നാളെ നോമ്പായതുകൊണ്ട് തന്നെ. അങ്ങനെ അവിടെ കുറേ നേരം പോസ്റ്റായി ഗൈസ്. അങ്ങനെ നിന്ന് അവിടെ ഒരു മണിക്കൂർ നിന്ന്. അങ്ങനെ വീണ്ടും പോസ്റ്റ് അടുത്ത കടയുടെ മുമ്പിൽ. പിന്നെ ശീലമായതുകൊണ്ട് കുഴപ്പമില്ല. അങ്ങനെ കറക്കമൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയട്ടെ. വീട്ടിലെത്തിയപ്പോൾ തന്നെ ആള് ആ ക്ലിപ്പും കൊണ്ടുപോയി. പിന്നെ ഇന്നലത്തെ എൻ്റെ ബർത്ത്ഡേയുടെ കേക്ക് കുറച്ചിരിപ്പുണ്ടായിരുന്നു. അങ്ങനെ അത് ഞങ്ങൾ വൈകുന്നേരം കുറച്ചെടുത്ത് കഴിച്ചു. ഒടിക്കുക എന്താണ് ഉമ്മക്ക് ഇഷ്ടപ്പെടത്തില്ല. ഉമ്മച്ചി പറയും ഇത് ഞാനുണ്ടാക്കി തരാം. ഉമ്മ എന്ത് ഇന്നലെ കേക്കാ, ഇന്നലെ വേപ്പിളിന്ന് പറഞ്ഞ എന്തുവാ ഇത് ഞാൻ നാളെ നിങ്ങൾക്ക് ഉണ്ടാക്കി തരാം. ഇഷ്ടപ്പെടാത്തോണ്ടായിരിക്കും കഴിക്കാൻ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ് ഇന്നത്തെ എൻ്റെ ഒരു ദിവസം. ജസ്റ്റ് ഒരു നോർമൽ ഡേ ആയിരുന്നു. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം കേട്ടോ. ഓക്കെ ബൈ.